സഹൃദയരെ, നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞങ്ങളുടെ ഹാസ്യ കഥാപ്രസംഗ പരിപാടി ഇവിടെ ആരംഭിക്കട്ടെ. ഞാനും സംഘവും യാത്ര തിരിച്ച ട്രെയിൻ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ അവിടുന്ന് സ്റ്റേഷന്റെ മുൻവശത്തുള്ള വഴിയിലൂടെ പ്രവേശന കവാടത്തിലൂടെ മെയിൻ റോഡിലേക്ക് ഇറങ്ങി. അവിടെ നിന്നും ഞങ്ങൾ ആ റോഡിന്റെ ഓരത്തിലൂടെ പതിയെ നടന്ന് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് തൊട്ട് പുറകുവശത്ത് ചെന്നപ്പോഴേ കുറച്ച് ആൾക്കൂട്ടം, വളരെ കൂടുതലായിട്ടുള്ള ആൾക്കൂട്ടം. ഞങ്ങൾ പതിയെ ആൾക്കൂട്ടത്തെ ലക്ഷ്യമാക്കി നടന്നു. അവിടെ ചെന്നപ്പോൾ ആൾക്കൂട്ടത്തിന്റെ മധ്യഭാഗത്തായിട്ട് ഒരു അംബാസഡർ കാർ കിടക്കുന്നു. ഈ കാറിന്റെ മുകളിൽ ഫ്രണ്ടിലായിട്ട് ഒരു കരികുരുക്കിന്റെ തോലങ്ങനെ വിരിച്ചിരിക്കുകയാണ്. ആ കരികുരുക്കിന്റെ തോലിന്റെ മുകളിൽ വളരെയധികം കുപ്പികൾ ഒരു ഡോക്ടർ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. ആ ഡോക്ടറെ കണ്ടു, അജാനുബാഹുവായ ഒരു വഴി ഡോക്ടർ. അദ്ദേഹം പറയുകയാണ്, കരികുരുക്ക് ടോൺ. ഞങ്ങളെല്ലാം ഞെട്ടിത്തിരിഞ്ഞ് അവിടേക്ക് നോക്കി, ആ കുപ്പിയിലേക്ക് നോക്കി. കരികുരുക്ക് ടോൺ കുപ്പിക്കകത്തോ? അതെ. അദ്ദേഹം ആ കുപ്പി എടുത്തുകൊണ്ട് ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഈ മരുന്ന് കഴിച്ചാൽ 25 വർഷക്കാലം പഴക്കമുള്ള അടിയെ, ഇടിയെ, തട്ടേ, മുട്ടേ, ചതവേ, ക്ഷയം, നാടിവൈകല്യം, കോച്ച്, കൊളുത്ത്, പെരുപ്പ്, മരവൽ, തണ്ടല് വേദന, അസ്ഥിയുടെ വേദന എടുക്കുന്ന കുഴൽവാദം, നെഞ്ചത്ത് വേദന, നീർവീഴ്ച, വിലക്കം, ശ്വാസമുട്ടല്, ഏങ്ങല്, വലിവ്, ഇൻഫ്ലുവൻസാ പനി, മല്ലപ്പനി, തുള്ളപ്പനി, നീർവീഴ്ചപ്പനി, ഉൾപ്പനി, വാദപ്പനി, കണ്ണുകടി, വയറുകടി, കൺകോട്ട്, കോട്ടുവലി, മഞ്ഞപ്പിത്തം, കുന്മൻ, വാദം, വായുക്ഷോഭം, ഖണ്ഡദോഷം, തുമ്മലെ, ചിമ്മലെ, ചീറലെ, ചീറ്റലെ, കൺമിഴിപ്പത്തലെ, കരച്ചിലെ, പിടിച്ചിലെ, എന്ത് വേണ്ട എല്ലാ അസുഖങ്ങളും മാറും. അദ്ദേഹം തന്ന ആ സാമ്പിൾ മരുന്ന് ഞാൻ വാങ്ങി കുടിച്ചു. ആദ്യം നല്ലൊരു കയ്പ്, പിന്നെ ഒരു ചവർപ്പ്, പിന്നെ ഒരു പുളിപ്പ്, പിന്നെ ഒരു എരിവ്, പിന്നെ ഒരു മധുരം. ഇങ്ങനെ പഞ്ചരസങ്ങളുടെ ഘോഷയാത്ര ഞങ്ങളുടെ ആമാശത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എന്തൊക്കെ സുഖം ഉണ്ടാകുന്ന അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾക്കൊന്നും ഉണ്ടായില്ല, ഒന്നും അനുഭവപ്പെട്ടില്ല. പക്ഷേ ഒന്ന് സംഭവിച്ചു. എന്താണെന്നറിയോ? 2 ഏമ്പക്കം. ആ ഏമ്പക്കത്തിന് നന്ദി പറഞ്ഞു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഈ മരുന്ന് ടോൺ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആയുർവേദത്തിൽ എഴുതിയിട്ടുണ്ട്, അഷ്ടാംഗത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, കരികുരുക്കിന് സംസ്കൃതത്തിലെ പേര് മൃത്യുഞ്ജയൻ എന്നാണ്. അദ്ദേഹം അഷ്ടാംഗത്തിലെ ആ വിധി എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. മൃത്യുഞ്ജയ ടോൺ ചെയ്യുന്ന വിധിയാണ്. മൃത്യുഞ്ജയ പ്ലവക ദശമൂലം ബലാമൂലം ത്രിപുരഗിരിജാത്തയും യവാക്ഷം ജീരകത്രയം അജാജി ആരതി എസ്റ്റി ഉരുവാച ശ്രുദ്രൂമം മുതുക്കം പഞ്ചാകുലം മഞ്ഞൾ ആഷാളി മരമഞ്ഞളും കജകൻ നിമ്പചർമ്മഞ്ച സൗഭാഗ്യേന കാര്യത്തിൽ രചിത വികലാൽ നാടിയും സർവ്വനാട് ഗതാൻ. ഞാൻ വീണ്ടും ശ്രദ്ധിച്ചു. അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഞങ്ങളുടെ മരുന്ന് കഴിച്ചാൽ 25 വർഷക്കാലം പഴക്കമുള്ള അടിയെ, ഇടിയെ, തട്ടേ, മുട്ടേ, ചതവേഷയം, നാടിവൈകല്യം, കോച്ചേ, കൊളുത്തെ, പെരുപ്പേ, മരവൽ, തണ്ടൽ വേദന, അസ്ഥിയുടെ വേദന എടുക്കുന്ന കുഴൽവാദം, നെഞ്ചത്ത് വേദന, നീർവീഴ്ച, വിലക്കം, ശ്വാസമുട്ടല്, ഏങ്ങല്, വലിവ്, ഇംപ്ലൂൺസാപ്പനി, മല്ലപ്പനി, തുള്ളപ്പനി, നീർവീഴ്ചപ്പനി, ഉൾപ്പനി, വാദപ്പനി, കണ്ണുകടി, വയറുകടി, കൺകോട്ട്, കോട്ടുവലി, മഞ്ഞപ്പിത്തം, കുന്മൻ, വാദം, വായുക്ഷോഭം, ഖണ്ഡദോഷം, തുമ്മല്, ചിമ്മല്, ചീറല്, ചീറ്റല്, കൺമിഴിപ്പത്തല്, കരച്ചിലെ, പിടിച്ചിലെ. ബഹുമാനരെ, ആ മരുന്ന് കഴിച്ചപ്പോഴുണ്ടായ ഏമ്പക്കത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നടന്നു. ആ കാഴ്ച ബംഗ്ലാവിനെ ലക്ഷ്യമായിക്കൊണ്ട് പതിയെ നടന്നു. ബംഗ്ലാവിന്റെ സമീപത്തെത്തി. ഞങ്ങളെല്ലാം ബംഗ്ലാവിലേക്ക് കയറാൻ ഭാവിക്കുന്ന അവസരത്തിൽ ആ കാഴ്ച ബംഗ്ലാവിൽ നിന്നും ഒരു ശോകഗാനം അങ്ങനെ അലയടിച്ച് വെളിയിലേക്ക് തെന്നിത്തിരിച്ച് വരികയാണ്. കാടിന്റെ മക്കളെ പോസ്റ്റർ കാണുമ്പോൾ പ്രിയതമേ നിന്റെ ഓർമ്മ വരും. കാഴ്ച ബംഗ്ലാവിലെ സ്വീപ്പറെ കാണുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. കാടിന്റെ മക്കളെ പോസ്റ്റർ കാണുമ്പോൾ പ്രിയതമേ നിന്നെ ഓർമ്മ വരും. കാഴ്ച ബംഗ്ലാവിലെ സ്വീപ്പറെ കാണുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. പ്രിയതമേ പ്രിയതമേ കാലത്തു പൂന്തോട്ടം നനയ്ക്കുവാൻ പെണ്ണുങ്ങൾ പാട്ടറുമേന്തി നടക്കുമ്പോൾ. കാലത്തു പൂന്തോട്ടം നനയ്ക്കുവാൻ പെണ്ണുങ്ങൾ
ഞങ്ങൾ വാട്ടറുമായി നടക്കുമ്പോ റബ്ബറിന്റെ ഓസുകൾ വളഞ്ഞു കിടക്കുമ്പോൾ നിൻ കരിവാലെനിക്കോർമ്മ വരും, നിന്റെ അഴകുള്ള വാലെനിക്കോർമ്മ വരും. പ്രിയതമേ പ്രിയതമേ, കാടിന്റെ മക്കളുടെ പോസ്റ്ററു കാണുമ്പോൾ പ്രിയതമേ നിന്നെ ഓർമ്മ വരും. കാഴ്ച ബംഗ്ലാവിലെ സ്വീപ്പറെ കാണുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. പ്രിയതമേ പ്രിയതമേ. കാഴ്ച ബംഗ്ലാവിൽ കയറിയ ഞങ്ങൾ പല കാഴ്ചകളും കണ്ട് ആ ഗാനശീലം കേട്ട സ്ഥലത്തേക്ക് പതിയെ നടന്നു. അതാ ഒറ്റയ്ക്കൊരു കുരങ്ങിന്റെ കൂട്ടിൽ അത് ഒരു കുരങ്ങ് കിടക്കുകയാണ്. ആ കുരങ്ങ് അവിടെ കിടന്ന് നിറയെ കണ്ണോടുകൂടി പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. ഞാൻ സംഘം ആ കുരങ്ങിനെ സൂക്ഷിച്ചു നോക്കി. നിശബ്ദനായി വിഷാദനായി താടിച്ച് കൈയും കൊടുത്തുകൊണ്ട് ഒരു കൈ അരിയിൽ പിടിച്ചുകൊണ്ട് ആ കുരങ്ങ് അവിടെ നിൽക്കുകയാണ്. ആ കുരങ്ങ് അല്പസമയം കഴിഞ്ഞപ്പോൾ എന്നെ സൂക്ഷിച്ചു നോക്കി, എൻ്റെ അടുത്ത് വന്ന് നോക്കി. ഞാൻ അന്തം വിട്ടു, പരിചയഭാവത്തിൽ നോക്കി. ആ കുരങ്ങ് എന്നോട് ചോദിച്ച്, വീടിലാൽപ്പൻ സാർ അല്ലേ? അതെ. അല്ല, വീടിലാൽപ്പൻ സാർ തന്നെയാണോ? അതെ. ഈ കുരങ്ങിനെ കണ്ട മാത്രയിൽ എൻ്റെ കയ്യിൽ കുറച്ച് കടലയ്ക്ക ഉണ്ടായിരുന്നു. ഞാൻ പതിയെ ആ കടലയ്ക്ക കുരങ്ങിൻ്റെ നേരെ നീട്ടി. ഈ കുരങ്ങ് എന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഒരു കടലയ്ക്ക എടുത്തിട്ട് ആ കുരങ്ങിൻ്റെ സ്വന്തം മൂട്ടിലേക്ക് കൊണ്ടങ്ങ് വെച്ചു. എനിക്കങ്ങ് നാണമായിപ്പോയി. കാരണം എൻ്റെ കൂടെ വന്നവരെന്നെ നോക്കി പരിഹസിക്കുന്നു, കണ്ടു നിന്നവരെന്നെ നോക്കി പരിഹസിക്കുന്നു. എനിക്ക് നാണം അരിശം വന്നിട്ട് ഞാൻ ഈ കുരങ്ങിനെ വളർത്തുന്ന ഈ സൂക്ഷിക്കുന്ന വാച്ചറിനോട് ചോദിച്ചു, വാച്ചറെ എന്ത് പണിയാണ് നിങ്ങൾ ഈ കുരങ്ങിനെ ഈ വൃത്തികളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്? മാസ്റ്ററെ ആ വാച്ചറിനോട് പറയുകയാണ്, സാർ ക്ഷമിക്കണം, കാരണം സാറിനെ പോലുള്ളവർ തന്നെയാണ് ഈ കുരങ്ങിനെ അത് പഠിപ്പിച്ചത്. എന്താ കാര്യം ഞാൻ ചോദിച്ചു. ഉടനെ അദ്ദേഹം പറയാണ്, കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ വന്നു. അദ്ദേഹം വന്നിട്ട് ഈ കുരങ്ങിനെ കണ്ട ഉടനെ ഒരു മാമ്പഴം ആ കുരങ്ങിനെ നേരെ നീട്ടി. ഈ കുരങ്ങ് ഈ മാമ്പഴം വാങ്ങി ഇങ്ങനെ കഴിച്ച് അവസാനം ഈ മാങ്ങയുടെ അണ്ടി ഈ കുരങ്ങൻ അങ്ങ് വിഴുങ്ങിപ്പോയി. 3-4 ദിവസത്തേക്ക് അത് മലമൂത്ര വിസർജനം ചെയ്തിട്ടില്ല. അവസാനം വൈദ്യവേദനയായ കുരങ്ങ് തലയും കുത്തി കിടന്ന് മറിഞ്ഞിട്ട് മൃഗാശുപത്രിയിൽ നിന്ന് മൃഗഡോക്ടർ വന്നിട്ട് ഓപ്പറേറ്റ് ചെയ്താണ് ഈ കുരങ്ങിൻ്റെ മൂലഭാഗം ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ മാങ്ങ അണ്ടി എടുത്ത് കളഞ്ഞത്. അതിനുശേഷം ആരെന്ത് കൊടുത്താലും ഈ കുരങ്ങ് ഇത് തിരിച്ചിറങ്ങിപ്പോകുന്നതാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ മൂട്ടി വെച്ച് നോക്കുന്നത്. അങ്ങനെയുള്ള സാധനമാണെങ്കിൽ മാത്രമേ ഈ കുരങ്ങ് കഴിക്കത്തുള്ളൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാനായിട്ട് എനിക്കും ചിരി വന്ന് കണ്ടുവന്നവരൊക്കെ ചിരിച്ചെങ്കിലും ആ കുരങ്ങ് വീണ്ടും സൂക്ഷിച്ച് എന്നോട് പറയുകയാണ്, അറിയില്ലേ നിങ്ങളെന്നെ? ആ കുരങ്ങെന്നെ നോക്കി ചോദിക്കുകയാണ്, അറിയില്ലേ നിങ്ങളെന്നെ? അറിയാതിരിക്കില്ല, തകർത്തില്ലേ നിങ്ങളെന്നെ? അറിവുള്ളോരല്ലേ നിങ്ങൾ? ആ കുരങ്ങന്റെ മുഖത്തോക്ക് ചോദിക്കുകയാണ്, നിങ്ങളെന്നെ അറിയത്തില്ലേ എന്ന്? എനിക്കൊരു പരിചയവുമില്ല. കാട്ടിൽ കുരങ്ങ് കിടക്കുന്നു, ഞാൻ നാട്ടിൽ കിടക്കുന്നു. എന്റെ മുഖത്ത് ആധികാരികമായിട്ട് നോക്ക്. ആ കുരങ്ങ് ചോദിക്കുകയാണ്, അറിയില്ലേ നിങ്ങളെന്നെ? അറിയാതിരിക്കില്ല, തകർത്തില്ലേ നിങ്ങളെന്നെ? അറിവുള്ളോരല്ലേ നിങ്ങൾ? ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കമ്പിക്കുള്ളിൽ തലയടിച്ച് ആ കുരങ്ങ് പൊട്ടിക്കരയുകയാണ്. ദുഃഖം കടിച്ചമർത്തി അവൻ വിങ്ങി പൊട്ടുകയാണ്. സത്യമാണ്, അവനിൽ ദുഃഖം തലക്കെട്ട് കിടക്കുന്നു. ഞാൻ അവന്റെ കണ്ണിലേക്ക് നോക്കി. ആഴത്തിൽ കുഴിഞ്ഞ ആ കണ്ണിലേക്കൊന്ന് നോക്കൂ, ആഴത്തിൽ കുഴിഞ്ഞ ആ കണ്ണിലേക്കൊന്ന് നോക്കൂ. കാലപ്പഴക്കം ചെന്ന കഷ്ടനഷ്ടങ്ങൾ കാണാം. കുഴിഞ്ഞ കണ്ണിൽ കണ്ണുനീരങ്ങനെ ഒഴുകിയാണ്, വാർന്നൊഴുകിയാണ്. കഷ്ടമാണ് അവന്റെ ആ കാഷ്ടം പുരണ്ട കൂട്ടിൽ, കഷ്ടമാണ് അവന്റെ ആ കാഷ്ടം പുരണ്ട കൂട്ടിൽ. ഇഷ്ടമില്ലാതൊരു വ്യാഴവട്ടക്കാലമായി അവൻ കിടക്കുന്നു. മനസ്സുണ്ടായിട്ടല്ല, മരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല, മരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട്. ഈ ലോകത്തിൽ എത്രയൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കണം എന്ന് സ്വയം അറിഞ്ഞിട്ട് അവൻ ചാകാമെന്ന് തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. ആരോടും പരിഭവമോ പകയോ ഇല്ലാതെ കണ്ട്, വിദ്വേഷമില്ലാതെ കണ്ട് എല്ലാ ദുഃഖങ്ങളും കടിച്ചമർത്തിക്കൊണ്ട്. സാറിന് എന്റെ കഥ കേൾക്കണോ? ഞാൻ പറയാം. സഹൃദയരി, ആ കുരങ്ങൻ പറഞ്ഞ കഥ ഞാൻ പറയട്ടെ. ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്ന കഥ, ഈ കഥയുടെ പേര് എന്നെന്നും എന്റെ കൊരങ്ങേട്ടന്റെ. സാർ,
പാലക്കാടിനും മണ്ണാർക്കാടിനും ഇടയ്ക്ക് അതിവിദൂരമല്ല കിടക്കുന്ന സൈലന്റ് വാലി എൻ്റെ ജന്മനാടാണ് സാർ. ഞാൻ ചെറുപ്പത്തിൽ തുള്ളിക്കളിച്ചതും ഓടി നടന്നതും അവിടെയാണ് സാർ. കാട്ടുപൂക്കളുടെ സുഗന്ധവും കാട്ടുചോലയുടെ ആരവവും കാട്ടുകിളികളുടെ സ്വരരാഗവും രാപ്പാടിയുടെ സംഗീതവും ഊളൻ്റെ സൈറൻ വിളിയും പലപ്പോഴും ആ സൈലന്റ് വാലിയെ പുളകം കൊള്ളിച്ചിട്ടുണ്ട്. ആ വാലിയിലെ കുരങ്ങന്മാരുടെ വികൃതികൾ ശ്രദ്ധേയമാണ്. പല ഫാഷനിലും രൂപത്തിലുമുള്ള കുരങ്ങന്മാർ ആ വാലിക്ക് അരോചകമല്ലാത്ത അലങ്കാരമാണ്. അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളെ ആദ്യമായി കണ്ടത്. എൻ്റെ എല്ലാമായ അവൾ, എൻ്റെ എല്ലാമാണവൾ. അവൾക്ക് വേണ്ടി, അവളെ കാണുവാൻ വേണ്ടി ഞാൻ ആ കാട്ടിൽ പല പ്രാവശ്യം ഓടി നടന്നിട്ടുണ്ട്. പല പ്രാവശ്യം അവളെ കാണാൻ അവസരങ്ങൾ ഉണ്ടാക്കി. പക്ഷേ അവൾ വഴുതി മാറിക്കളഞ്ഞു. 5 മിനിറ്റ് പോലും തികച്ചു നോക്കുവാനുള്ള അവസരം അവൾ തന്നില്ല. എങ്ങനെയെങ്കിലും അവളോട് സംസാരിക്കണം, അതായിരുന്നു മനസ്സ് നിറയുള്ള ആശ. പിന്നെ പേര് ചോദിക്കണം, എന്നെ ഇഷ്ടമാണോ എന്നും ചോദിക്കണം. ഒരു ലവ് ലെറ്റർ കൊടുത്തിട്ട് ഓടി മറിഞ്ഞാലോ? വേണ്ട, അത് ഭീരുത്വമാണ്. നേരിട്ട് ചോദിക്കാം. 2 കിട്ടിയാലും അവളുടെ കൈകൊണ്ടല്ലേ, സാരമില്ല. അതും ആരും കാണാതെയാണെങ്കിൽ ഒരു സുഖമല്ലേ. നാളെ അവൾ വരുമോ? അവളെക്കുറിച്ചുള്ള ഓർമ്മകളുമായി അവൻ മയങ്ങി ഉറങ്ങി. പൂതിയിളക്കുന്ന പുതിയ പ്രഭാതം. മലയിടുക്കിലൂടെ സൂര്യദേവൻ പമ്മി പമ്മി തലപൊക്കി. പ്രകാശകിരണങ്ങൾ മാലിയിലെ കുഞ്ഞോളങ്ങളെ സ്വർണ്ണ താടുകളാക്കി മാറ്റും. നാടുകാണി മലയമ്മ പുതിച്ച മഞ്ഞു പുതപ്പ് ജലത്തുള്ളികളായി സ്വർണ്ണ നൂല് പോലെ പുഴയിൽ അലിഞ്ഞു ചേരുന്നു. കലകൂജനങ്ങൾ കുശലം പറഞ്ഞുകൊണ്ട് 4 വശത്തേക്കും പറന്നുയർന്നു. തികച്ചും യാദൃച്ഛ്യമായാണ് അവളെ കണ്ടത്. കാട്ടിയാതി പെൺകുടികളോടൊപ്പം കാൽത്തളയും കരിവളയും പാവാടയും ബ്ലൗസും ധരിച്ച് കണ്ണെഴുതി പൊട്ടും തൊട്ട് ഒരു സുന്ദരി, യാതൊരു ഭയവുമില്ലാതെ പാണലിൻ്റെ പഴവും പറിച്ചു നിന്നുകൊണ്ട് ഒരു വാനം പാടിയെപ്പോലെ നടന്നകലുന്നു. അവൻ സ്വയം ഓർത്തു, ആ കണ്ണുകൾക്ക് എന്തൊരു തിളക്കം. അതെ, അവൾ തന്നെയായിരുന്നു ഞാൻ കണ്ട ആ സുന്ദരി. പെട്ടെന്ന് ഒരു മരക്കൊമ്പിൽ ചാടിക്കയറി എന്നുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ കേൾക്കത്തക്ക രീതിയിൽ അവൻ ചോദിച്ചു. കാലിൽ കൊലുസും ചാർത്തി, കാലിൽ കൊലുസും ചാർത്തി, റോമവിലാസിനിയായി. കാലിൽ കൊലുസും ചാർത്തി, രോമവിലാസിനിയായി, വാലിയിലൊരു കുഞ്ഞു മോന്തയുമായി നിൽക്കും കരിമന്തി പെണ്ണെ പറയൂ, ഇഷ്ടമാണോ എന്നെ, ഇഷ്ടമാണോ? കാലിൽ കൊലുസും ചാർത്തി, രോമവിലാസിനിയായി, കാലിൽ കൊലുസും ചാർത്തി. ആ പാട്ട് കേട്ട സ്ഥലത്തേക്ക് അവൾ അറിയാതെ നോക്കിപ്പോയി. പരിസരം മറന്ന് ആ ഗാനഗന്ധർവനെ തന്നെ കാന്തം ആവാഹിച്ചെടുത്ത ഇരുമ്പ് കഷ്ണം പോലെ. കണ്ണുകളിൽ ലജ്ജ, മുഖത്ത് നാണം, വിനയമുള്ള പുഞ്ചിരി. വായ്ക്കുള്ളിൽ കിടന്ന പാണപ്പഴം ചവയ്ക്കാതെയും വിഴുങ്ങാതെയും അങ്ങനെ തന്നെ കിടന്നുപോയി. ഒരു പുതുമണവാട്ടിയെപ്പോലെ അവൾ അദ്ദേഹത്തെ നോക്കി സ്വപ്നം കണ്ടു നിന്നു. കുരങ്ങൻ മരക്കമ്പിൽ നിന്നും ചാടി അവളുടെ സമീപത്തേക്ക് വന്ന് ചോദിച്ചു, എത്ര നാളായി ഞാൻ പുറകെ നടക്കുന്നു, എന്നെ ഇഷ്ടമാണോ? അവൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, പാട്ട് നന്നായിരുന്നു, ഇതാ എൻ്റെ സമ്മാനം. ഒരു പാണപ്പഴം എടുത്ത് അവൾ അവന് കൊടുത്തു. അത് വാങ്ങിക്കൊണ്ട് അവൻ പറഞ്ഞു, അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. ലജ്ജയിൽ മുങ്ങിയ പുഞ്ചിരി സമ്മാനിച്ചിട്ട് അവൾ വീട്ടിലേക്ക് നടന്നു. അവൾ നടക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വീണ്ടും എന്തൊക്കെയോ ചോദിക്കണമെന്ന് തോന്നി. അദ്ദേഹം വീണ്ടും ചോദിച്ചു. അവൻ പിറകെ നടന്ന് ചോദിച്ചു, ഒന്ന് നിൽക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. അയ്യോ, ഓടിപ്പോകരുതേ.
കാട്ടിലുള്ള കരളേ നീ നാട്ടിലുള്ള കരളോ, മങ്കി പറ്റ മകളോ കരിമന്തി പറ്റ മകളോ. കാട്ടിലുള്ള കരളേ നീ നാട്ടിലുള്ള കരളോ, മങ്കി പെറ്റ മകളോ കരിമന്തി പെറ്റ മകളോ. ആരു നീ നെയ്യിലാകെ അഴകാ. കാട്ടിലുള്ള കരളേ നീ നാട്ടിലുള്ള കരളോ, മങ്കി പെറ്റ മകളോ കരിമന്തി പെറ്റ മകളോ. ആരു നീ നെയ്യിലാകെ അഴകാ. കാട്ടിലുള്ള കരളേ നീ നാട്ടിലുള്ള കരളോ, മങ്കി പെറ്റ മകളോ കരിമന്തി പെറ്റ മകളോ. പെണ്ണെ ഒന്ന് നിൽക്കുന്നേ. അവൾ നിന്നു മനസ്സില്ല മനസ്സോടെ. എന്റെ മനസ്സിന്റെ ആശ്വാസത്തിന് വേണ്ടി എങ്കിലും എന്തെങ്കിലും പറയൂ. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞതുപോലെ തോന്നി. ഞാൻ പാവമാണ്, ആരുമില്ലാത്ത ഒരനാഥ. എന്റെ അച്ഛനും അമ്മയും എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഞാൻ കാട്ടുജാതിക്കാരുടെ കയ്യിലാണ്. അവർ തുന്നിത്തന്നാണ് ഈ പാവാടയും ബ്ലൗസും എല്ലാം. പാദസരവും കരിവളയും അവരെനിക്ക് വാങ്ങിച്ചു തന്നു. എനിക്ക് അങ്ങയെക്കുറിച്ച് ഒന്നും അറിയില്ല. പിന്നെ ഞാൻ പലപ്പോഴും താങ്കളെ കണ്ടിട്ടുണ്ട്. പെണ്ണെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ മരിക്കുന്നവരെ നിന്നെ പിരിയില്ല. സത്യം. അനുവാദമില്ലാതെ അവൻ അവളുടെ കൈക്ക് പിടിച്ച് മാറിനോട് ചേർത്തു. അവളുടെ ശിരസുകളിൽ, അവളുടെ ശിരസ് മുതൽ പാദം വരെ ഐസ് വാട്ടറിൽ വീഴുന്ന അനുഭൂതി. ശരീരം ചൊറിയാൻ പോലും ഇരുവരും മറന്നുപോയി. മൂക്കിനോട് മൂക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ പേര്? മങ്കിപ്പെണ്ണ്. ചേട്ടന്റെ പേര്? എന്റെ പേര് ഓ തെന്നാലിരാമൻ. എനിക്ക് മനസ്സിലായില്ല. ഡബിളോ തെന്നാലിരാമൻ. ഓഹോ. അവൾ യാത്ര പറഞ്ഞു പിരിഞ്ഞപ്പോൾ നോക്കത്താ ദൂരം വരെ നോക്കി നിന്നു. എന്തെന്നില്ലാത്ത സന്തോഷത്തോടെയാണ് അവൻ താവളത്തിൽ വന്ന് കയറിയത്. അവന്റെ മനസ്സ് മുഴുവൻ മങ്കിപ്പെണ്ണായിരുന്നു. വല്ലാത്ത സന്തോഷം, വലിയ ലോട്ടറി അടിച്ച സന്തോഷം. തന്റെ സഹോദര തുല്യനായ ആത്മസുഹൃത്തിനോടായി അവൻ പറഞ്ഞു, അളിയാ ഇനി വന്ന് ഞാന് ഇന്നൊരു സുന്ദരിയെ കണ്ടു, സംസാരിച്ചു. പോടാ കളി പറയാതെ. തമാശല്ല. അളിയ ഇത് കളിയല്ല എൻ്റെ അളിയ, കിളി പോലൊരു പെണ്ണ് ശിങ്കളവത്തി. അളിയ ഇത് കളിയല്ല എൻ്റെ അളിയ, കിളി പോലൊരു പെണ്ണ് ശിങ്കളവത്തി. പല നാളുകൾ അവളോ പല കായികനി തിന്ന് ചുമ ചൊറിഞ്ഞോണ്ടവളോടും അകലെ. അളിയ ഇത് കളിയല്ല എൻ്റെ അളിയ, കിളി പോലൊരു പെണ്ണ് ശിങ്കളവത്തി. എങ്കിലും നിന്റെ ഭാഗ്യം, ഇപ്പോഴെങ്കിലും നിനക്ക് ഈ നല്ല ബുദ്ധി തോന്നിയല്ലോ. അന്ന് പിരിഞ്ഞതിന് ശേഷമുള്ള പല പകലുകളിലും രാത്രികളിലും അവർ കണ്ടുമുട്ടി. അവരിരുവരും കയറിയിറങ്ങാത്ത മരങ്ങളില്ല. രമണനും ചന്ദ്രികയും പോലെയും, റോമിയോയും ജൂലിയറ്റ് പോലെയും, ശകുന്തളയും ദുഷന്തനെ പോലെയും അവർ ജീവിച്ചു. ഒരു സിനിമയിൽ എന്ന പോലെ തുള്ളിച്ചാടിയും കെട്ടിമറിഞ്ഞും അവരുടെ പ്രേമം പ്രകടിപ്പിച്ചു. സൈലന്റ് വാലിയിലെ പുൽക്കുടി പോലും ആ സംഗമത്തിൽ സന്തോഷിച്ചു. വെറും മരചുറ്റി പ്രേമമായിരുന്നില്ല, ഒരു മലചുറ്റി പ്രേമമായിരുന്നു അവരുടെ പ്രേമം. മനുഷ്യപ്രേമത്തെക്കാൾ മാന്യതയും മനുഷ്യതയും എന്നെന്നും അവർ നിലനിർത്തി. പ്രിയ കാമുകൾക്ക് വേണ്ടി പ്രിയപ്പെട്ട പഴങ്ങളും പൂക്കളും പിടികിട്ട കൊമ്പത്താണെങ്കിൽ തന്നെയും അവൻ പറിച്ചു കൊടുക്കും. അവളുടെ കാലിൽ ചെറിയ മുള്ളു കൊള്ളുന്നത് പോലും അവന് സഹിക്കാൻ സാധിച്ചില്ല. പരിശുദ്ധ പ്രേമത്തിൻ്റെ പരിപാവനമായ ശോഭ എന്തെന്ന് അവൻ അറിഞ്ഞു. ഒരു നിമിഷം പോലും കാണാതിരിക്കുവാൻ ഇരുവർക്കും കഴിഞ്ഞില്ല. ഒരു ദിവസം ഒരാത്തപ്പഴവും കഴിച്ചു വരുന്ന ഗാനഗന്ധർവനെ കണ്ടുകൊണ്ട് നമ്മുടെ നായിക അന്തം വിട്ട് ചോദിച്ചു, എവിടെയാണോ വാ, ദേ വരുന്ന വരെ കൊണ്ടില്ലേ, എവിടെയൊക്കെ പോയി കിടന്നിട്ട് വരട്ടെ. ആത്തക്കായും തിന്ന് ഏത്തക്കായും തിന്ന്
തെന്നാലിച്ചേട്ടാ നീ ഊഞ്ഞാലിലാടി തെന്നാടവാ ചുണ്ണാമ്പു വള്ളി ഞാൻ വാ. അത്തക്കായും തിന്ന് ഏത്തക്കായും തിന്ന് തെന്നാലിച്ചേട്ട നീ ഊഞ്ഞാലിലാടി തെന്നാതെ വാ ചുണ്ണാമ്പൂ വള്ളേ ഞാൻ വാ. ആത്തപ്പഴവും പിടിച്ചുകൊണ്ട് വള്ളിയിൽ ആടി വന്ന തെന്നാലിച്ചേട്ടന് സമീപത്ത് അവൾ വന്നു നിന്നു. പരിഭവം കലർന്ന ഭാവത്തിൽ പറഞ്ഞു, എത്ര സമയമായി ഞാൻ വന്നിട്ട്? എവിടെയായിരുന്നു? പെണ്ണേ, എൻ്റെ സുഹൃത്തിന് സുഖമില്ലാതിരിക്കുകയാണ്. ഏത് സുഹൃത്ത്? നീ അറിയില്ല. എൻ്റെ സഹോദരന് തുല്യനാണ് അവൻ. ആ പിന്നെ നമ്മുടെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞു. നിന്നെ ഒന്ന് നേരിട്ട് കാണുമെന്നാണ് അവൻ പറയുന്നത്. എന്താണ് അസുഖം? ആ ഏതാണ്ട് വിഷക്കാ പറിച്ചു തിന്നാന്നാ പറയുന്നത്. ശരീരം മുഴുവൻ ഒരു തരം നീര് വരും. 1-2 ആഴ്ച കഴിഞ്ഞേ കുറയത്തുള്ളൂ, തീർത്ത് കുറയത്തുള്ളൂ. ഇന്നലെ മുതൽ അവൻ ആ അസുഖം വീണ്ടും വന്നു. ആ നീരു വീണ്ടും വന്നു, രക്തദൂഷ്യമാ. ആ നീര് വീണ്ടും വന്നു, രക്തദൂഷ്യമാ. രോമവും ഗ്ലാമറും പോയി മറഞ്ഞു, നീര് വീണ്ടും വന്നു, രക്തദൂഷ്യമാ. രോമവും ഗ്ലാമറും പോയി മറഞ്ഞു, നീര് വീണ്ടും വന്നു, രക്തദൂഷ്യമാ. ചേട്ടാ, എങ്കിൽ ചേട്ടൻ പോയിക്കൊള്ളൂ. പാപം, സുഹൃത്തിൻ്റെ അടുത്ത് മറ്റാരുമില്ലല്ലോ. ഞാനേ നാളെ രാവിലെ വരാം. നമുക്ക് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന് മുൻവശത്ത് പോയി സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ പോവാണോ? ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ലേ? ഇന്നത്തെ കൂടെ താമസിക്കരുത്. നാളെ നേരത്തെ വരണം. സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. പറഞ്ഞേ കേട്ടല്ലോ. രണ്ടുപേരും ഇളിച്ച് ചിരിച്ചു പിരിക്കും. തെന്നാലി രാമൻ ഓർത്തു, അവൾ എത്ര പാവമാണ്. അവളുടെ ഹൃദയ വിശാലതയിൽ അദ്ദേഹം അഭിമാനം കൊണ്ടു. പിറ്റേ ദിവസം രാവിലെ, അതെ, പ്രകൃതി, സൂര്യദേവൻ വളരെ കഷ്ടപ്പെട്ട് ഉയർന്നു വന്നു. അതെ, പിറ്റേ ദിവസം പ്രഭാതം, ഒരു തളർന്ന പ്രഭാതം. കുളിച്ച് ശുദ്ധവൃത്തി വരുത്തി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന്റെ നടയിൽ ഇഷ്ടേശ്വരിയെയും കാത്ത് ഇരിക്കുന്ന തെന്നാലി രാമൻ. അതാ അതാ ഒരു ശബ്ദം, ചേട്ടാ, അയ്യോ ചേട്ടാ, ചേട്ടാ. അവൻ ചാടി ഇരുന്നിട്ട് 4 വശത്തേക്ക് നോക്കി. എവിടെ നിന്നാണ് ശബ്ദം? അതെ, എന്റെ പ്രിയപ്പെട്ടവളുടെ ശബ്ദം. അതെ, അവളുടെ തന്നെ. ആ ശബ്ദം കിടത്തേക്ക് അവൻ ഓടി. എന്റെ മങ്കപ്പെട്ടിന്റെ ശബ്ദം. അവൻ ഓടി. ആ ശബ്ദം കിടത്തത്ത് അവളെ കണ്ടില്ല. അയ്യോ ചേട്ടാ, ചേട്ടാ, എന്നെ നീ എവിടെയാണ് ചേട്ടാ? അവൾ ഓടിക്കെത്തിച്ച് വന്ന് അവന്റെ മാറിലേക്ക് വീണു. എന്നെ എന്താ എന്താ നീ ഭയന്നത്? ചേട്ടാ, ചേട്ടാ, ആന 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 വരണ്ട് ചേട്ടാ. കൂട്ടത്തേടോ? അല്ല ചേട്ടാ, ഒറ്റയാനാണ്. 2-3 മനുഷ്യരെ ആന കുത്തിക്കൊന്നു. നിനക്ക് വല്ലതും പറ്റിയോ? ഇല്ല ചേട്ടാ, ഞാനൊരു വലിയ മരത്തിന്റെ മുകളിൽ ചാടിക്കരുന്നു. പെണ്ണേ, നീ ശബ്ദം ഉണ്ടാക്കാതെ. നമുക്ക് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വലിയ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കാം. വരൂ. വേണ്ട എന്റെ പൊന്നു ചേട്ടാ, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. ഞാൻ ഇവിടുന്ന് ഒറ്റ അടി മുൻപോട്ട് വെക്കത്തില്ല. കണ്ടോ, എനിക്ക് പേടിയാ. മുൻപോട്ടും പിൻപോട്ടും ഞാനില്ല. ഇനി മുൻപോട്ടും പിൻപോട്ടും ഞാനില്ല. അതെന്താ? ഇനി മുൻപോട്ടും പിൻപോട്ടും ഞാനില്ല. ഇനി മുൻപോട്ടും പിൻപോട്ടും ഞാനില്ല. പുഴയോരത്തഞ്ചാറാന വരേണ്ടത് കണ്ടുവരണ്ടേ ഞാൻ. പുഴയോരത്തഞ്ചാറാന വരേണ്ടത് കണ്ടുവരണ്ടേ ഞാൻ. ഉടനടി മുള്ളിപ്പോയൻ ചേട്ടാ എന്നോട് ചങ്കു വിറയ്ക്കുന്നു. ഇനി മുൻപോട്ടും പിൻപോട്ടും ഞാനില്ല. ഇനി മുൻപോട്ടും പിൻപോട്ടും ഞാനില്ല. പുഴയോരത്തഞ്ചാറാന വരേണ്ടത് കണ്ടുവരണ്ടേ ഞാൻ. ഉടനടി മുള്ളിപ്പോയൻ ചേട്ടാ എന്നോട് ചങ്കു വിറയ്ക്കുന്നേ. നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നീ സമാധാനമായിരിക്കൂ. നിന്റെ അടുത്ത് ഞാനില്ലേ? നിനക്ക് ഞാനില്ലേ? ഈറനണിഞ്ഞ മിഴികളോട് അവൾ അദ്ദേഹത്തെ നോക്കി. ചേട്ടാ, എന്താ പെണ്ണെ? അവൻ അവളെ മാറിനോട് ചേർത്തു. എന്തിനാ നീ കരയുന്നത്? ചേട്ടാ, എന്നെ വളർത്തുന്ന വീട്ടുകാർക്ക് ലക്ഷം വീട് കോളനി കിട്ടി. ലക്ഷം വീടോ? ഷുവർ? അതെ ചേട്ടാ, സർക്കാരിന്റെ ആൾക്കാർ വന്ന് അവരുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു, ഞാൻ കണ്ടു. ചേട്ടാ, ഞാൻ അവര് പോവുകയാണെങ്കിൽ ഞാൻ അവരോട് പോകത്തില്ല. പെണ്ണെ, നീ എന്തിനാ ഭയപ്പെടുന്നത്? സർക്കാരിന്റെ കാര്യമല്ലേ പെണ്ണെ, അത് നടപ്പിൽ വരുമ്പോഴത്തേക്ക് 10-15 വർഷം കഴിയും. അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തുള്ളൂ. പിന്നെ നീ എന്തിനു ഭയപ്പെടുന്നു? എന്താ എന്താ പെണ്ണെ? വരൂ വരൂ, ഞാനല്ലേ വിളിക്കുന്നത്.
ഇരുവരും ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ ചെന്ന് അവന്റെ സുഹൃത്തിനെയും കണ്ട് സംസാരിച്ച് പരിചയപ്പെട്ടു. പലത് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. സന്ധ്യ മങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ നായകൻ അവളെയും കൊണ്ട് അവളുടെ വീടിന് സമീപത്തേക്ക് പോയി. അവളെ വീട്ടിലേക്കാക്കി. യാത്ര പറഞ്ഞ് അവൻ പിരിഞ്ഞു. അതാ 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതാ ഒരു ശബ്ദം, ചേട്ടാ, അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, ചേട്ടാ, ചേട്ടാ. എന്താണ്, എന്താ പെണ്ണെ? അവൻ ആ കാഴ്ച കണ്ട് അവൻ ഞെട്ടിത്തെറിച്ചു. മൈ ഗോഡ്, കാട്ടുജാതിക്കാര് ഈ കാട്ടിനോട് യാത്ര പറയുന്നു. അവരെ വീട്ടിലെ എല്ലാ സാധനവും എടുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നായികയുടെ കരുത്തിന് തുടരിട്ടുകൊണ്ട് അവളെ വലിച്ചിരിച്ചുകൊണ്ട് അത് അവർ ലക്ഷ്യപ്പെട്ടിലേക്ക് പോവുകയാണ്. ചേട്ടാ, എന്നെ രക്ഷിക്കൂ, ചേട്ടാ, എന്നെ രക്ഷിക്കൂ, ചേട്ടാ. ഒന്നും സംസാരിക്കാൻ കഴിയാതെ ജീവിതം നശിച്ച് നമ്മുടെ നായകൻ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കണ്ട് അവിടെ തന്നെ നിന്നു. അവന്റെ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായി. അവൻ സ്തംഭിച്ചു പോയി. അവൾ തുടലിൽ കിടന്ന് പടയ്ക്കുന്നു. അവളുടെ കണ്ണുകൾ എന്നിൽ നിന്നും മാറുന്നില്ല. ഞാൻ എങ്ങനെ അവളെ നോക്കും? അവളുടെ കണ്ണുകളിലേക്ക് നോക്കും. നിറഞ്ഞു തോണ്ടിയ കണ്ണുകളിലേക്ക് ഞാൻ എങ്ങനെ നോക്കും? കണ്ണീരു കണ്ണിനോട് യാത്ര പറഞ്ഞപ്പോൾ നീ എന്തിനറിയാതെ തേങ്ങി? കണ്ണീരും തേങ്ങലും സ്വന്തമല്ലേ പെണ്ണെ? അന്യനാം ഞാൻ നിന്റെ ബന്ധുവല്ലേ? കണ്ണീരു കണ്ണിനോട് യാത്ര പറഞ്ഞപ്പോൾ നീ എന്തിനറിയാതെ തേങ്ങി? കണ്ണീരും തേങ്ങലും സ്വന്തമാണോ ഈ അന്യനാം ഞാൻ നിന്റെ ബന്ധുവാണോ? കണ്ണീരു കണ്ണിനോട് യാത്ര പറഞ്ഞപ്പോൾ നീ എന്തിനറിയാതെ തേങ്ങി? കണ്ണീരും തേങ്ങലും സ്വന്തമാണോ ഈ അന്യനാം ഞാൻ നിന്റെ ബന്ധുവാണോ? ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ, ഉന്മേഷ ഉണർവ് എല്ലാം നഷ്ടപ്പെട്ട ഒരു സാധാരണ കുരങ്ങനെ പോലെ എന്തെന്ത് മോഹങ്ങളായിരുന്നു. എല്ലാം കൊഴിഞ്ഞുപോയി. ആദ്യം കണ്ടുമുട്ട ദിവസം മുതൽ വേര് പിരിഞ്ഞ നിമിഷം വരെ അവൻ ഓർത്തു. സുഹൃത്തിന്റെ ആശ്വാസവാക്കുകൾ അവനിൽ ദുഃഖം വീണ്ടും അണപൊട്ടി ഒഴുകി. തന്റെ പ്രിയപ്പെട്ടവളെ കാണണം. എവിടെ ചെന്ന് കാണും? എങ്ങനെ കാണണം? ഇല്ല, ഇനി എല്ലാം ഒരു ഓർമ്മ മാത്രം. ദുഃഖമെന്തെന്ന് അവൻ ആദ്യമായി മനസ്സിലാക്കി. അവൾ കണ്ടുമുട്ടിയ ഓരോ സ്ഥലത്തും, പൊട്ടിച്ചിട്ട് നടന്ന ഓരോ സ്ഥലവും അവന്റെ കണ്ണിൽപ്പെട്ടു. അവിടെയെല്ലാം അവൻ ചിന്താമഗ്നായിരുന്നു. നോക്കി നിന്നു. ആ കാടൊരു നരകമാണോ എന്ന് വരെ അവൻ വിചാരിച്ചു. മലയോടും പുഴയോടും പൂക്കളിനോടും അവൻ അമർഷം തോന്നി. അവളെ കുറിച്ചുള്ള ഓർമ്മകളുമായി ഒറ്റയ്ക്കിരിക്കാൻ എപ്പോഴും തോന്നും. ആഹാരം പോലും കഴിക്കാതെ അടക്കവയ്യാത്ത ദുഃഖവും കടിച്ചമർത്തി അവൻ അറിയാതെ ഓർത്തുപോയി, ഞാൻ എന്തിനു ജീവിക്കുന്നു? ഏകനായ ഞാൻ ഇനി എന്തിനു ജീവിക്കുന്നു? എവിടെയെങ്കിലും പോയി മരിച്ചാലോ? ഒറ്റക്കൈയിൽ മാത്രം ഞാനും തൂങ്ങും, വീണാൽ ചാകും ഞാൻ. ഒറ്റക്കൈയിൽ മാത്രം ഞാനും തൂങ്ങും, വീണാൽ ചാകും ഞാൻ. ഏതു കാട്ടിൽ ജീവിച്ചാലും മങ്കിപ്പെണ്ണിൻ രൂപം മുന്നിൽ. ഈ കൊടുന്തണുപ്പിൽ, ഈ പുഴയരികിൽ, ഈ മരച്ചില്ലയിൽ ഒറ്റക്കൈയിൽ മാത്രം ഞാനും തൂങ്ങും, വീണാൽ ചാകും ഞാൻ. പ്രിയതമനെ പിരിഞ്ഞുള്ള ദുഃഖം അവളെയും തളർത്തി. പുതിയ വീട് വരെ യാത്രക്കിടയിൽ അവൾ ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ച് കരയാൻ എന്ത് ചെയ്യും? ഞാൻ കരയാൻ മാത്രം ജനിച്ചവളാണ്. ഞാനൊരു പെണ്ണല്ലേ, എനിക്ക് കരയാനേ സാധിക്കൂ. ഈ മുടിഞ്ഞ തുടരില്ലായിരുന്നെങ്കിൽ അപ്പോഴേ ഞാൻ ഓടി കാട്ടിലേക്ക് വിളിക്കുമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഇത്ര പെട്ടെന്ന് ഇത് സംഭവിക്കുമെന്ന്.
ഈ വേർപാട് ഉണ്ടാകുമെന്നും ഞാൻ വിചാരിച്ചില്ല. ഈശ്വര, ഈശ്വര, എന്റെ ചേട്ടൻ ഇപ്പോൾ പൊട്ടിക്കരയുന്നുണ്ടാവും. അദ്ദേഹത്തിന് ആരുമില്ല. അവൾക്ക് ഒരു രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മായാതെ മറയാതെ കിടക്കുന്നു. നഞ്ചിരുന്ന കുറകിനെ പോലെ അവൾ ആ ലക്ഷം വീടിന്റെ തിണ്ണയിൽ ലക്കും ലക്ഷ്യവുമില്ലാതെ കുത്തിയിരുന്നു. ആഹാരം കഴിക്കാതെ വീട്ടിലുള്ളവർ ആഹാരം കൊണ്ടുവച്ചു. അവർ വിളിച്ചു, നിർബന്ധിച്ചു. അവൾ കഴിക്കുന്ന ലക്ഷണമില്ല. അവർ പല പുതിയ ആഹാരങ്ങളും കൊണ്ടുവന്നു. അവൾ കഴിക്കുന്നില്ല. അവർ വീണ്ടും നിർബന്ധിക്കുന്നു. അവൾ ഒന്നും കഴിക്കുന്നില്ല. ഒരാഹാരവും കഴിക്കുന്നില്ല. ഇത് എന്ത് കുറഞ്ഞത്? ഒന്നും കഴിക്കുന്നില്ലല്ലോ. കാട്ടിൽ നിന്ന് വന്നതിന് ശേഷം യാതൊന്നും കഴിക്കുന്നില്ല. ഇതേ കുറഞ്ഞ പെണ്ണെ, നീ ചത്തുപോകും. എന്തെങ്കിലും കഴിക്കുക. നിനക്ക് എന്താ വേണ്ടത്? അവർ ചോദിക്കുകയാണ്. ഉത്തപ്പം വേണോ പെണ്ണെ? ബോണ്ട വേണോ? ഇത്താക്കുചേട്ടൻ തന്നോ പുട്ടു വേണോ? ഉത്തപ്പം വേണോ പെണ്ണെ? ബോണ്ട വേണോ? ഇത്താക്കുചേട്ടൻ തന്നോ പുട്ടു വേണോ? കദളിപ്പഴവും ചേർത്ത് കടല പരിപ്പും ചേർത്ത് നൽകിയിടാം പാൽപ്പായസം. തിന്നു പെണ്ണെ, ആ വേണേ തിന്ന്. ഇനി വാടി പെണ്ണെ. ആ വേണ്ട വേണ്ട. ഉത്തപ്പം വേണോ പെണ്ണെ? ബോണ്ട വേണോ? ഇത്താക്കുചേട്ടൻ തന്ന പുട്ടു വേണോ? ഉത്തപ്പം വേണോ പെണ്ണെ? ബോണ്ട വേണോ? ഇത്താക്കുചേട്ടൻ തന്ന പുട്ടു വേണോ? കദളിപ്പഴവും ചേർത്ത് കടല പരിപ്പും ചേർത്ത് നൽകിയിടാം പാൽപ്പായസം. തിന്നു പെണ്ണെ, ആ വേണേ തിന്ന്. ഇനി വാടി പെണ്ണെ. ആ വേണ്ട വേണ്ട. ഉത്തപ്പം വേണോ പെണ്ണെ? ബോണ്ട വേണോ? ഇത്താക്കുചേട്ടൻ തന്ന പുട്ടു വേണോ? അവൻ വാടി തളർന്ന് മയങ്ങുന്ന സമയം തികച്ചും യാദൃശ്യമായി ആ ശബ്ദം കേട്ടു. ചേട്ടാ, ചേട്ടാ, ചേട്ടാ. അവൻ ഞെട്ടി കണ്ണു തുറന്നു. വിശ്വസിക്കാൻ കഴിയില്ല. വിശ്വസിക്കാൻ അവന് സാധിച്ചില്ല. പെണ്ണേ, നീ നീ എങ്ങനെ ഇവിടെ എത്തി? ചേട്ടാ, ഈശ്വരൻ എന്നെ ഇവിടെ എത്തിച്ചു. എങ്ങനെ? ചേട്ടാ, ആരോടും പറയരുതേ. എന്നെ കണ്ടാൽ അവർ വന്ന് പിടിച്ചോണ്ട് പോകും. നീ എങ്ങനെ വന്നു? അവരറിഞ്ഞില്ലേ? ഇല്ല ചേട്ടാ, ഞങ്ങൾ താമസിക്കുന്ന കോളനിയിലെ ഒരു സർക്കാരിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ഫോറസ്റ്റിന്റെ ഗാർഡില്ലേ, ആ ഗാർഡും വന്നിരുന്നു അവിടെ. ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മുൻവശത്തുള്ള ഒരു മൈതാനത്തായിരുന്നു മീറ്റിംഗ്. എന്നെയും കൊണ്ടുപോയി. ഞാൻ ആരും കാണാതെ കണ്ട് ഗാർഡിന്റെ ജീപ്പിനകത്ത് കയറി ഒളിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ എത്തി ചേട്ടാ. പിന്നെ അവൻ അവളെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. മാസങ്ങളോളമുള്ള വേർപാടി മനോദുഃഖത്തിൽ ഇരുവരും നന്നായി ക്ഷീണിച്ചു. അവരുടെ സുഹൃത്തിന്റെ ആഗ്രഹവും നിർബന്ധവും അനുസരിച്ച് അവർ അവിടെ നിന്നും കാനന് ചോലയുടെ സമീപത്തേക്ക് താമസം മാറ്റി. സന്തോഷത്തോടെ ഒരു വാനമ്പാടിയെ പോലെ, ചിത്രശലഭത്തെ പോലെ തുള്ളിച്ചാടി പൊട്ടിച്ചിരിച്ചു അവർ ജീവിച്ചു. പഴയതുപോലെ, പ്രത്യേകിച്ചും ഭാര്യയും ഭർത്താവിനെയും പോലെ ജീവിച്ചു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവൻ അവളോട് ചോദിച്ചു, പെണ്ണേ, നീ എന്താണ്, നിനക്ക് എന്താണ് വല്ലാത്തൊരു ക്ഷീണം? ഒന്നുമില്ല ചേട്ടാ, കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും. അവൾ അവനോട് പറഞ്ഞു, ചേട്ടാ എന്താ? ഞാൻ എന്താ പറയൂ, എനിക്ക് നാണം വരുന്നു. എന്താ പെണ്ണെ പറയൂ? ചേട്ടാ, പിന്നെ ഞാനേ ഒരു അമ്മയാകാൻ പോകുന്നു ചേട്ടാ. അതെ, സത്യമാണോ? അതെ ചേട്ടാ. ലജ്ജ കൊണ്ട് അവൾ മുഖം താഴേക്ക് കുനിച്ചു. അവൾ ലജ്ജ കൊണ്ട് മുഖം വീണ്ടും താഴ്ത്തി. അതേ അവളെ മാറിനോട് ചേർത്തു. പെണ്ണെ ഒന്ന് നോക്കൂ. ഇല്ല ചേട്ടാ, എനിക്ക് ഭയങ്കര നാണമാ. നോക്ക് പെണ്ണെ. ഇല്ല. മാരൻ വന്നപ്പോൾ ഓടിയടുത്തു. ഇടയ്ക്കിട നാണം കൊണ്ടവൾ തോളിൽ ഞാലുന്നു. മാരൻ വന്നപ്പോൾ ഓടിയടുത്തു. ഇടയ്ക്കിട നാണം കൊണ്ടവൾ തോളിൽ ഞാലുന്നു. നാണവും മാനവും നേരവും നോക്കാതെ കളിയായി ചിരിയായി പറയുകയായി ഗർഭിണിയ. മാരൻ വന്നപ്പോൾ ഓടിയടുത്തു. ഇടയ്ക്കിട നാണം കൊണ്ടവൾ തോളിൽ ഞാലുന്നു. നാടവും മാനവും നേരവും നോക്കാതെ കളിയായി ചിരിയായി പറയുകയായി ഗർഭിണിയായി. മാരൻ വന്നപ്പോൾ ഓടിയടുത്തു. ഇടയ്ക്കിട നാണം കൊണ്ടവൾ തോളിൽ ഞാലുന്നു. നീ പറഞ്ഞ സത്യമാണോ?
സത്യമാണ് പെണ്ണെ. ചേട്ടാ, ഞാൻ ചേട്ടനോട് ഇന്നുവരെ കളവ് പറഞ്ഞിട്ടില്ലല്ലോ. പെണ്ണെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ഒന്നും കാണാൻ വയ്യ. ആ വാക്ക് കേട്ട് നമ്മുടെ നായകൻ അഹങ്കാരിയായി. ഞാനൊരു അച്ഛനാകാൻ പോകുന്നു. അവന് അവിടെ നിന്ന് ഇറങ്ങി ഓടി ആ കാട്ടിലുള്ള സകല കുരങ്ങന്മാരോടും അവൻ ഈ വാർത്ത പറഞ്ഞു, ഞാനൊരു അച്ഛനാകാൻ പോകുന്നു, ഞാനൊരു അച്ഛനാകാൻ പോകുന്നു. എല്ലാവരും, എല്ലാ സുഹൃത്തു കുരങ്ങളും അവനെ അനുഗ്രഹിച്ചു. സഹദേവി തൻ്റെ പ്രിയപ്പെട്ടവളെ അതിനുശേഷം ആ കുരങ്ങ് വളരെ കാര്യമായി ശ്രദ്ധിച്ചു. നമ്മുടെ നായകൻ അവളെ വളരെ കാര്യമായി ശ്രദ്ധിച്ചു. അവളെ വെളിയിലേക്ക് വിടുന്നില്ല, മറ്റൊരു സ്ഥലത്തേക്കും വിടുന്നില്ല. അവൾ എവിടെ പോയാലും അവിടെ കൂടെ അവനും. അങ്ങനെ ഒരുമിച്ച് ഒരുപോലെ അവരങ്ങനെ ആ കാട്ടിൽ തുള്ളിച്ചേർന്ന് നടക്കുകയാണ്. പെട്ടെന്നാണ് ആ സംഭവം ഉണ്ടായത്. ആ കാടിനെ പിടിച്ചു കുളിക്കിയ സംഭവം, ആ കാട്ടിലെ കുരങ്ങന്മാർ നടക്കിയ സംഭവം, ആ ദുഷ്ടന്മാർ, അതെ കരിങ്കുരങ്ങ് വേട്ടക്കാർ, അവരിവിടെ. വർഷം അവർ വരും. ഞങ്ങളുടെ വർഗത്തെ മുഴുവൻ അവന്മാരെ നശിപ്പിക്കും. ഞങ്ങൾ എന്ത് ചെയ്യും? എവിടേക്ക് പോകും? എവിടെ ഓടി ഒളിക്കും? ആ കാട്ടിലെ ആകെ ബഹളം. എവിടെയാണ് ഓടി ഒളിക്കണം അറിയാൻ വയ്യാതെ കൊണ്ട് അവിടെയുള്ള കുരങ്ങന്മാരെല്ലാം 4 വശത്തേക്കും ഓടി, പരിഭ്രാന്തരായി ഓടി, ചാടുന്നു, ഓടുന്നു, നിശബ്ദരായി കുത്തിയിരിക്കുന്നു. അയ്യോ, അതാ എവിടെയാണ് ആ വെടിയുടെ ശബ്ദം? കാട്ടിൽ ആകെ ബഹളം. രോദനം. അയ്യോ, അതാ നോക്കൂ, നമ്മുടെ നായകന്റെ സുഹൃത്ത് കുരങ്ങ് അവന് വിരുമാറിലേറ്റ് വെടിയുമായിട്ട്, രക്തപ്പുഴ വിരുമാറുമായിട്ട് അവൻ ആ ഭൂമിയിൽ വീണ് പടയ്ക്കുന്നു. സുഹൃത്തേ, അയ്യോ സഹോദരി, നമ്മുടെ നായകന്റെ ആത്മസുഹൃത്ത് എന്നേക്കുമായി ഈ ലോകത്തിനോട് യാത്ര പറഞ്ഞു. എന്നേക്കുമായി ഉറ്റവരും ഉടയവരുമില്ലാതെ സഹോദരങ്ങളൊക്കെ ജീവിച്ച നമ്മുടെ നായകന്റെ സുഹൃത്ത് ഈ നാടിനോട്, ആ കാരനോട് എന്നേക്കുമായി യാത്ര പറഞ്ഞു. വെടിയുണ്ടകളുടെ ശബ്ദം അപ്പോഴും നിലച്ചിട്ടില്ല. സമീപത്തേക്ക് വരുന്ന അതാ ഓരോ വെടിയുണ്ടയിൽ നിന്നും അവർ രക്ഷപ്പെടുകയാണ്. പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, രക്ഷയില്ല, എവിടെയെങ്കിലും ഓടി ഒളിക്കൂ, പോയി ഒളിക്കൂ. ചേട്ടൻ വരൂ, നമുക്ക് ഓടി ഒളിക്കാം. ഇല്ല പെണ്ണെ, നീ പോയിക്കൊള്ളൂ, ഞാൻ പിന്നെ വന്നേക്കെ. ചേട്ടാ വരൂ ചേട്ടാ. ഇല്ല പെണ്ണെ, നീ പോയിക്കൊള്ളൂ. ഭീകര തളം കെട്ടി നിൽക്കുന്ന ദയനീയമായ അന്തരീക്ഷം. അവിടെ എല്ലാ കുറ്റിക്കാട്ടിലും ആ കുരങ്ങന്മാർ ഓടി ഒളിച്ചു കഴിഞ്ഞു. ഒരു വിധത്തിൽ വെടിയുണ്ടിൽ നിന്ന് കക്ഷിക്ക് രക്ഷപ്പെട്ട നമ്മുടെ നായകൻ പറഞ്ഞു, പെണ്ണെ, ഇല്ല, നമ്മൾക്ക് ഈ കാട്ടിൽ ദുഃഖം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ കാട്ടിൽ നിന്ന് മറ്റൊരു കാട്ടിലേക്ക് പോവാം. വരൂ വരൂ വരൂ. അതാ അപ്പോൾ വെടിയുണ്ടുകൾ നിൽച്ചിട്ടില്ല. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഉന്നം തെറ്റി വന്ന് വെടിയുണ്ടിൽ നിന്നും അവൾ രക്ഷപ്പെട്ടു. ചേട്ടാ, ഓടി രക്ഷപ്പെടൂ, ഓടിക്കൊള്ളു പെണ്ണെ. അവളും അവനും ഓടി, എവിടേക്കെന്നറിയില്ല. 2 പേരും ഓടി. പക്ഷേ കാടിന്റെ ഉള്ളിൽ പല ഭാഗത്ത് അന്വേഷിച്ചിട്ടും തന്റെ പ്രിയപ്പെട്ടവളെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. അവിടെയൊക്കെ അന്വേഷിച്ചു, ദിവസങ്ങളോളം അന്വേഷിച്ചു. ഈശ്വര, അവൾ എവിടെ പോയി? വന്യമൃഗങ്ങളുടെ വായിലകപ്പെട്ടോ? എന്റെ പ്രിയപ്പെട്ടവൾ വെടിയുണ്ടേറ്റ് മരിച്ചു പോയോ? എന്റെ ഭാര്യ, അവൾ ഗർഭിണിയാണ്. ദൈവമേ, എന്റെ പ്രിയപ്പെട്ടവളെ രക്ഷിക്കണമേ. അവൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് തരണമേ. തകർന്ന മനസ്സുമായി നമ്മുടെ നായകൻ മനംനൊന്ന് പ്രാർത്ഥിച്ചു. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന് മുൻവശത്ത് അവരുടെ സകല ദൈവമാകുന്ന ഹനുമാൻ സ്വാമിയോട് അവൻ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദേവാ, ഞങ്ങളെ രക്ഷിക്കില്ലേ? ഈ പാപങ്ങൾക്ക് ആശ്വാസവും സമാധാനവും തരില്ലേ? രാമനെ സ്നേഹിച്ച, രാമനെ സേവിച്ച വാനര ശ്രേഷ്ഠനാം ദേവാ. രാമനെ സ്നേഹിച്ച, രാമനെ സേവിച്ച വാനര ശ്രേഷ്ഠനാം ദേവാ. കാനന മക്കളാം വാനരന്മാരെ നീ കാത്തരുളിടണേ ദേവാ. കാനന മക്കളാം വാനരന്മാരെ നീ കാത്തരുളിടണേ ദേവാ. ദേവാ ദേവാ
ഞങ്ങളെ രക്ഷിക്കൂ. എന്റെ കുടുംബത്തെയും എന്റെ സുഹൃത്തുക്കളെയും രക്ഷിക്കൂ. ഈ കാടിന് നീ ഐശ്വര്യം പകരൂ. ദേവാ, നീ അല്ലാതെ ആശ്രയം മറ്റാരുമില്ല. അല്പസമാധാനത്തിന് വേണ്ടി, പൂർണ്ണ ഗർഭിണിയായ പ്രിയപ്പെട്ടവളെ കണ്ടു കിട്ടുന്നതിന് വേണ്ടി, അവൾ മരിച്ചുപോയോ ജീവിച്ചോ എന്നുള്ള ചിന്ത അവനെ വീണ്ടും വീണ്ടും തളർത്തി കഴിഞ്ഞു. എന്തിനാണ് ഞങ്ങളെ കൊല്ലുന്നത്? ഏതോ വലിയ വൈദ്യശാലയ്ക്ക് വേണ്ടി, ഫാർമസിക്ക് വേണ്ടി, അല്ലാതെ എന്തിനാണ് ഞങ്ങളെ കൊല്ലുന്നത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? കാടിന്റെ മക്കളാണ് ഞങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെ കൊന്നു വേവിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ സത്ത് മുഴുവൻ നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് അസുഖമാണ് മാറുന്നത്? പൊതുജനങ്ങളെ, നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കൂ. നിങ്ങൾ ഒരിക്കലും വിഡ്ഢികളാകരുത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളിൽ ഔഷധ ഗുണമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയൂ, ഞങ്ങളുടെ ഔഷധ ഗുണമുണ്ടോ? ഔഷധ ഗുണമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങളോട് അല്പം കരുണ കാണിക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ സംഘടിക്കും. അതാ ആ സമയത്ത് കാടിന്റെ മക്കളായ വാനരന്മാരുടെ മഹാസമുദ്രം വാലിൽ കൊടിയുമേന്തി വീരോടും വാശിയോടും കൂടി പ്രതികാര ദാഹിയെ പോലെ ആ കാടിലെ വാനരന്മാരുടെ സമുദ്രം അതാ ജാഥയായി അങ്ങനെ മുൻപോട്ട് നീങ്ങി വരികയാണ്. അതാ വാനരന്മാരെല്ലാം സംഘടിച്ചു കഴിഞ്ഞു, ഒരുമിച്ച് കഴിഞ്ഞു. ഏത് മലന്മാരെയും തകർക്കാൻ വേണ്ടി അവർ ധൈര്യം സംഭരിച്ചു കഴിഞ്ഞു. കാടിന്റെ ഉള്ളിൽ അതാ വന്യമൃഗങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. കാടിന്റെ സുരക്ഷത്തിന് വേണ്ടി, കാട്ടുമക്കളുടെ ജീവിതത്തിന് വേണ്ടി, അവരുടെ ഭദ്രതയ്ക്ക് വേണ്ടി, അവരുടെ മക്കളുടെ അഭിമാനത്തിന് വേണ്ടി, നാളത്തെ ഉയർച്ചയ്ക്ക് വേണ്ടി അതാ അവർ സംഘടിച്ചു. സർവലേഖ തൊഴിലാളികളെ സംഘടിപ്പിക്കും, സംഘടിച്ചാൽ സംഘടിച്ചു ചങ്കടപ്പിക്കും. സർവലേഖ തൊഴിലാളികളെ സംഘടിപ്പിക്കും, സംഘടിച്ചാൽ സംഘടിച്ച് ചങ്കടപ്പിക്കും. സർവലേഖ തൊഴിലാളികളെ സംഘടിപ്പിക്കും, സംഘടിച്ചാൽ സംഘടിച്ച് ചങ്കടപ്പിക്കും. സർവലേഖ തൊഴിലാളികളെ മക്കട മനസ്സു മാറ്റിയ കഴിഞ്ഞ കാലത്തിൽ, ഈ കഴിഞ്ഞ കാലത്തിൽ മക്കട മനസ്സു മാറ്റിയ കഴിഞ്ഞ കാലത്തിൽ, ഈ കഴിഞ്ഞ കാലത്തിൽ ദുർഘടമെല്ലാം കയറിയിറങ്ങിയ മർക്കടരാണി ഞങ്ങൾ, ദുർഘടമെല്ലാം കയറിയിറങ്ങിയ മർക്കടരാണി ഞങ്ങൾ. മർക്കട മക്കൾ അവരുടെ മക്കൾ. ലേഖ്യക്കാരുടെ ശല്യം തീർക്കാൻ സംഘടിച്ചു ഞങ്ങൾ, ലേഖ്യക്കാരുടെ ശല്യം തീർക്കാൻ സംഘടിച്ചു ഞങ്ങൾ. ലേഖ്യം വേണ്ട ലോഹ്യം വേണ്ട ഷേപ്പ് മാറ്റും ഞങ്ങൾ, ലേഖ്യം വേണ്ട ലോഹ്യം വേണ്ട ഷേപ്പ് മാറ്റും ഞങ്ങൾ. സർവലേഖ തൊഴിലാളികളെ സംഘടിപ്പിക്കും, സംഘടിച്ചാൽ സംഘടിച്ച് ചങ്കടപ്പിക്കും. സർവലേഖ തൊഴിലാളികളെ സംഘടിപ്പിക്കും, സംഘടിച്ചാൽ സംഘടിച്ച് ചങ്കടപ്പിക്കും. സർവലേഖ തൊഴിലാളികളെ അതാ ഞങ്ങളുടെ വർഗം ഉണർന്നു കഴിഞ്ഞു. കാടിൽ അവരെല്ലാം സംഘടിച്ചു കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവളെ കാണുന്നില്ല. അവൾ പ്രസവിച്ചു ഇല്ലയോ എന്നറിയുന്നില്ല. ഇനി മരിച്ചാൽ മരിച്ചു, ജീവിച്ചാൽ ജീവിച്ചു. അവൾ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിക്കണം, അവൾ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിക്കണം. വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട നമ്മുടെ നായകൻ ആ കാട്ടിൽ നിന്നും ഇറങ്ങി സാധാരണ പോകാറുള്ള പല ഉൾത്താവളങ്ങളിലും ശബ്ദമുണ്ടാക്കാതെ കയറി ഇറങ്ങി. കണ്ടില്ല, അവളെ കണ്ടില്ല. നാടുകാണി മലയുടെ സമീപത്തുള്ള പല താവളത്തിലും അന്വേഷിച്ചു. നിരാശനായി മടങ്ങി. അതാ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന്റെ പുറകിലുള്ള ചെറുതല്ലാത്ത ഒരു കാട്ടിൽ നിന്നും ഒരു ശബ്ദം അവൻ ശ്രദ്ധിച്ചു. ആ കാട്ടിലേക്ക് അവൻ ശ്രദ്ധിച്ചു. ഇനി വേട്ടക്കാർ കൊണ്ടുവന്ന ടേപ്പ് റെക്കോർഡ് ഓൺ ചെയ്തതാണോ? അല്ല. വെടിവെക്കാൻ വരുന്ന ടേപ്പ് റെക്കോർഡായിട്ട് വരത്തില്ല. എന്റെ പ്രിയപ്പെട്ടുള്ള ശബ്ദമാണോ? അല്ല, അത് ആയിരിക്കാം. അവൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി. അവന്റെ കാതിൽ അവളുടെ ശബ്ദം വന്നാലിച്ചു. അവൾ, അതെ, നമ്മുടെ നായിക പ്രസവിച്ച കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് അവരുടെ അച്ഛനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പറയുകയാണ്. ആ മക്കളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് പറയുകയാണ്. അതേ സ്വരം, അതേ നിറം,
ഷെയ്പ്പെല്ലാം തന്തേടതാ. അതേ സ്വരം അതേ നിറം ഷേപ്പെല്ലാം തന്തേടതാ. ഒരു വെപ്രാളമില്ലാതെ വയറ്റാട്ടിയില്ലാതെ അയ്യോ ഞാൻ പെറ്റതാ. ഒരു വെപ്രാളമില്ലാതെ വയറ്റാട്ടിയില്ലാതെ അയ്യോ ഞാൻ പെറ്റതാ. അതേ സ്വരം അതേ നിറം ഷേപ്പെല്ലാം തന്തേടതാ. ഒരു വെപ്രാളമില്ലാതെ വയറ്റാട്ടിയില്ലാതെ അയ്യോ ഞാൻ പെറ്റതാ. എന്റെ ഭാര്യയുടെ ശബ്ദമാണ്. അവൻ ആ കാട്ടിലേക്ക് ഓടി. സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈശ്വര ഈശ്വര, അങ്ങയ്ക്ക് 1000 നമസ്കാരങ്ങൾ. കാട്ടുപടികളിൽ അള്ളിപ്പിടിച്ച് തൂങ്ങുന്ന ചാഞ്ചാടുന്ന പൊന്നോമന മക്കൾ, എൻ്റെ മക്കൾ. അയ്യോ, പഴങ്ങളും പൂക്കളും കഴിക്കുമ്പോൾ വഴക്കുണ്ടാക്കുന്ന എൻ്റെ കുസൃതി കുഞ്ഞുങ്ങൾ. എന്നെ കണ്ട മാത്രയിൽ, അതെ തന്നെ കണ്ട മാത്രയിൽ അവൾ ഓടി വന്നു. മാറി തല അയച്ചു. ചേട്ടാ ചേട്ടാ ചേട്ടാ, എവിടെയായിരുന്നു? പെണ്ണെ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അതേ ചോദ്യം. നീ എവിടെയായിരുന്നു? ചേട്ടാ, ഞാൻ കാട്ടിൽ പല സ്ഥലത്ത് വലങ്ങി നടന്നു. അവസാനം ഈ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള വേദന സഹിക്കാതെ കൊണ്ട് ഞാൻ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നു. മരിച്ചാൽ മരിക്കട്ടെ എന്ന് വിചാരിച്ച് അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവളെ മാറിനോട് ചേർത്തു. എല്ലാം ഈശ്വരവിധിയാണ്. ഞാൻ ചോദിക്കട്ടെ, നീ എന്നായിരുന്നു പ്രസവിച്ചത്? 2 ആഴ്ചയായി. 2 വീക്സ്. കുഞ്ഞുങ്ങളുടെ കുസൃതരങ്ങൾ അവർ ശ്രദ്ധിച്ചു. ദുഃഖമറന്നിരുവരും പൊട്ടിച്ചിരിച്ചു. ഇതിനിടയിൽ മക്കൾ ഓരോരുത്തരായി വേളം വെക്കുന്നു. വലിയ ശല്യമാണ്. മക്കളുടെ കുസൃതരങ്ങൾ കണ്ട് വീണ്ടും പൊട്ടിച്ചിരിച്ചു. ഓരോ മക്കളെയും എടുത്തുകൊണ്ട് അദ്ദേഹം മാറിനോട് ചേർത്ത് കൊഞ്ചിച്ചു. മക്കളോട് പറഞ്ഞു, മക്കളെ, നിങ്ങളെ കാണുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, നിങ്ങളെ കാണുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. കഴിഞ്ഞ 3 ആഴ്ചയോളം ഇരുവരും ഭയന്ന് വിറച്ചോടിയ കഥകൾ, വഴികൾ, ഇടയ്ക്കുണ്ടായ ആപത്ത് എല്ലാം പരസ്പരം പറഞ്ഞു കരയുകയും സമാധാനിക്കുകയും സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്തു. മൂത്ത കുഞ്ഞ് ഒരേത്തപ്പഴം എടുത്തുകൊണ്ട് ഓടുന്ന കണ്ട് അവൾ പറഞ്ഞു, എൻ്റെ ചേട്ടാ, ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ മടുത്ത്. എന്ത് ശല്യമാണെന്നറിയാവോ? രാത്രിയിൽ പകല് ഈ കാടിൻ്റെ ഉള്ളിൽ ഭയന്ന് കുറച്ച് ഞാൻ ഇരിക്കുമ്പോഴും യുവമാർ തമ്മിൽ തല്ലും, ബഹളം ഉണ്ടാക്കും ചേട്ടാ. പെണ്ണേ, അവിടെ കണ്ണു തുറച്ചുകൊണ്ട് പറഞ്ഞു, കുരങ്ങൻ്റെ കുഞ്ഞുങ്ങളല്ലേ. കുഞ്ഞുങ്ങളെ ഓരോന്നിനെടുത്ത് ഉമ്മ കൊടുത്തുകൊണ്ട് നമ്മുടെ നായകന്റെ കൂടുതൽ പറയുകയാണ്, എൻ്റെ ചേട്ടാ, എന്ത് ശല്യമെന്നറിയോ ഇവരുടെ കാര്യം? എന്താ? കൊച്ചുങ്ങളൊക്കെയും കട്ടു തിന്നും, മൂത്തമോനൊത്തിരി ഫ്രൂട്ട് തിന്നും. ചേട്ടാ, കൊച്ചുങ്ങളൊക്കെയും കട്ടു തിന്നും, മൂത്തമോനൊത്തിരി ഫ്രൂട്ട് തിന്നും. ചേട്ടാ, കൊച്ചുങ്ങളൊക്കെയും കട്ടു തിന്നും, മൂത്തമോനൊത്തിരി ഫ്രൂട്ട് തിന്നും. കാട്ടുപഴം കൊണ്ട് തോണിക്കു വെച്ചാലും ഈ ശിശു എപ്പോഴും കട്ടു തിന്നും. ഈശോ, കൊച്ചുങ്ങളൊക്കെയും കട്ടു തിന്നും, മൂത്തമോനൊത്തിരി ഫ്രൂട്ട് തിന്നും. സാരമില്ല പെണ്ണെ, കുഞ്ഞുങ്ങളല്ലേ, വലുതാകുമ്പോൾ എല്ലാം മാറിക്കൊള്ളും. അതിന് നീ എന്തിനാ ദുഃഖിക്കുന്നത്? അന്ന് സന്ധ്യ കഴിഞ്ഞപ്പോൾ മുതൽ കാട്ടിൽ ശബ്ദങ്ങൾ കുറഞ്ഞു. കരിങ്കുരങ്ങ് വേട്ടക്കാരുടെ ശല്യം നന്നേ കുറഞ്ഞു. 2 ദിവസമേ ആയുള്ളൂ. ഇനി അവരെന്നാണ് വരുന്നതെന്ന് അറിയാൻ വയ്യ. അതിനു മുൻപ് ഏതെങ്കിലും കാഴ്ച ബംഗ്ലാവിൽ ചെന്ന് പറ്റണം. ഒന്നുമില്ലെങ്കിലും സ്വാതന്ത്ര്യമില്ലെങ്കിലും മരിക്കുന്നവരെ മക്കളെങ്കിലും കണ്ട് ജീവിക്കാമല്ലോ. നമ്മുടെ നായകനും പുതിയ ആശയത്തിന് രൂപം കൊടുത്തു. ഉറങ്ങിക്കിടത്തിയ മക്കൾ നോക്കിയപ്പോഴത്തേക്ക് കാട്ടുപള്ളികളിൽ ചാടി കുസൃതി കാണിച്ചുകൊണ്ട്
നടക്കുകയാണ്. ആ തുള്ളിച്ചാടി നടക്കുകയാണ്. ആ കുഞ്ഞുങ്ങളെ പിടിച്ച് ഇരുവരെ നടക്കി എടുത്തിക്കൊണ്ട് ആ അച്ഛനും അമ്മയും ആ മക്കളെ പാട്ടുപാടുറക്കാൻ, മക്കളെ ദേ ബഹളം ഉണ്ടാക്കരുത്, വാ വാ എവിടെ വന്ന് കിടന്നു, എല്ലാത്തിനും കുറെ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ച് കിടത്തിക്കൊണ്ട് ആ മാതാപിതാക്കൾ പാട്ടുപാടി ഉറക്കുകയാണ്. ചെമ്പുലിക്കാട്ടിൽ മയങ്ങി ആനക്കൂർക്കം വലിക്കാൻ തുടങ്ങി. സ്വയം കെടുത്തുന്ന ഊളൻ കാട്ടിൽ വായും പൊളിച്ചൊന്നുറങ്ങി. ചെമ്പുലിക്കാട്ടിൽ മയങ്ങി ആനക്കൂർക്കം വലിക്കാൻ തുടങ്ങി. സ്വയം കെടുത്തുന്ന ഊളൻ കാട്ടിൽ വായും പൊളിച്ചൊന്നുറങ്ങി. പോക്കരും പാപ്പനും മറ്റും തടി കക്കാലിറങ്ങാൻ തുടങ്ങി. പോക്കരും പാപ്പനും മറ്റും തടി കക്കാലിറങ്ങാൻ തുടങ്ങി. ശത്രുവിന്റെ തോക്കിന്റെ ശബ്ദം കേട്ടല്ലോ അള്ളിപ്പിടിച്ചൊന്നുറങ്ങ്. ശത്രുവിന്റെ തോക്കിന്റെ ശബ്ദം കേട്ടല്ലോ അള്ളിപ്പിടിച്ചൊന്നുറങ്ങ്. ആരിരം രാരാരിരാരോ ഉറങ്ങാരാരിരാരാരിരാരോ. ആരിരം രാരാരിരാരോ ഉറങ്ങാരാരിരാരാരിരാരോ. പിറ്റേ ദിവസം കാട്ടിൽ ഷോപ്പിങ്ങിന് പോയ തെന്നാൽ രാമനും കുടുംബവും ഞെട്ടിപ്പിക്കുന്ന വാർത്തയുമായി വീണ്ടും അവിടെ തന്നെ വന്നു. പെണ്ണെ, ഇനി നമ്മൾ ഇവിടെ നിന്നാൽ നമുക്ക് രക്ഷയില്ല. കാരണം ശത്രുക്കൾ നമ്മളെ നശിപ്പിക്കും. അവരിവിടെ വിട്ട് പോയിട്ടില്ല. ഏത് നിമിഷവും നമ്മൾ പിടിയിലാകും. രക്ഷപ്പെടണം. അതാണ് നമ്മുടെ വിജയം. ഞാൻ പറയുന്നത് കേൾക്കൂ. എന്താണ് ചേട്ടാ, നീ രാത്രിയിൽ ഈ പുഴയിലൂടെ ശബ്ദമുണ്ടാക്കാതെ മക്കളെയും കൊണ്ട് അക്കരെ എത്തണം. അവിടെ നിന്നും എന്നീച്ച് വഴി പുലരുന്നതിന് മുമ്പ് നിനക്ക് നേരെ മണ്ണാർക്കാട്ടെത്താം. വേണ്ട ചേട്ടാ, ഈ മല കുറുകെ കയറിയാലോ? അബദ്ധം പറയാതെ. ശത്രുക്കൾ ഈ മല മുഴുവൻ വളഞ്ഞിരിക്കുന്നു. ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാൽ മതി. ചേട്ടാ, നമ്മുടെ വർഗങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ പുറകെ വരാം. കാരണം നമ്മൾ ഭീരുക്കളായിട്ട് ഒളിച്ചോടിപ്പോയെന്ന് ആളുകൾ പറയരുത്. നമ്മുടെ വർഗങ്ങൾ വിചാരിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും നമുക്കോ നമ്മുടെ മക്കൾക്കോ ഇവിടെ വരേണ്ടതാണ്. പോകൂ, ധൈര്യമായിപ്പിക്കുള്ളൂ. നമുക്ക് ഈശ്വരൻ തുണയുണ്ട്. ഓടിക്കൂ, പലവിധ ചെറു ശബ്ദങ്ങൾ കേട്ടാലും പ്രിയതമ ഓടിക്കൂ. പല സ്വരമത് കേട്ടാലും കണ്ടാലും ഉടനടി പുഴയുടെ അരികിൽ വരൂ. ചിന്തിച്ച പൊതുജനം അറിയരുത്, ശ്രദ്ധിച്ചു, ഇടവഴി പോകരുത്, സൂക്ഷിച്ചു, ഇടയ്ക്കെങ്ങും തങ്ങരുത്. സൽക്കാലം നീ കൂടുതലൊന്നും പറയണ്ട എൻ്റെ പെണ്ണെ. നീ കുഞ്ഞുങ്ങളുമായിട്ട് പെട്ടെന്ന് പോയാൽ മതി. ഞാൻ പുറകെ വന്നേക്കാം. അങ്ങനെ നമ്മുടെ നായികയും കുഞ്ഞുങ്ങളെയും നമ്മുടെ നായകൻ പറഞ്ഞു വിട്ടിട്ട് അവൻ മറ്റൊരു കാട്ടിലേക്ക് അതിവേഗം ഓടി. ശത്രുക്കളുടെ താവളത്തിലേക്കാണ് നമ്മുടെ നായകൻ നീങ്ങിയെന്ന് അവൻ തന്നെ അറിഞ്ഞില്ല. കൂട്ടവഴിയുടെ ശബ്ദം കേട്ട് ജീവനം കൊണ്ട് കാടിന്റെ ഉള്ളിലേക്ക് അവൻ ഓടിക്കയറി. എവിടെ ഒളിക്കാൻ, എവിടെ ഇരിക്കാൻ? ഈശ്വര, എല്ലായിടത്തും ശത്രുക്കൾ. കാടിന്റെ ഉള്ളിൽ വന്യമൃഗങ്ങൾ, ഓരത്ത് മനുഷ്യമൃഗങ്ങൾ. ഈ ശത്രുക്കൾ ഞങ്ങളെയും കൊണ്ടേ അടങ്ങും. ഞങ്ങളെയും കൊന്നേ അടങ്ങും. എന്റെ കുടുംബത്തെ നശിപ്പിച്ച് അടങ്ങും. എന്റെ വംശത്തെ തകർത്ത് അടങ്ങും. എന്റെ കുഞ്ഞുങ്ങളും ഭാര്യയും രക്ഷപ്പെട്ട് കാണുമോ? അവർ മണ്ണാർക്കാട്ട് എത്തി കാണുമോ? എങ്ങനെ അറിയും? തല വെളിയിൽ കാണിച്ചാൽ തല പോയത് തന്നെ. എല്ലാം വിധിയാണ്. ഈ ദുഷ്ടന്മാരെ നിലയ്ക്ക് നിർത്താൻ, വകവരുത്താൻ, ഞങ്ങളെ രക്ഷിക്കാൻ ദൈവമേ അങ്ങേക്ക് കഴിയില്ലേ? ആ ദുഷ്ടന്മാർ ഞങ്ങളെ കൊന്ന് രസായനം വെക്കുന്നു. മരുന്നുകൾ ആയിരക്കണക്കിന് വിറ്റഴിയുന്നു. എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങളെ എന്തിനാണ് പച്ചയ്ക്ക് വെടിവെച്ച് കൊല്ലുന്നത്? ഞങ്ങളുടെ കുടുംബത്തെ എന്തിനാണ് കൂട്ടത്തോടെ നശിപ്പിക്കുന്നത്? ദുഷ്ടന്മാരുടെ ഒരു മരുന്ന് കച്ചവടം. ആ മരുന്ന്
നായിരം വിറ്റുകഴിഞ്ഞു. വാനരവേട്ട പിന്നെയും തുടങ്ങി. ആരും കാണാതെ എവിടിരുന്നാലും വെടിയുണ്ട കയറുന്നയ്യോ അയ്യോ. ആമരും നായിരം വിറ്റുകഴിഞ്ഞു. വാനരവേട്ട പിന്നെയും തുടങ്ങി. കാട്ടിൽ ഒളിച്ചിരുന്നാലും ഈറ്റപ്പുലികൾ ചീറ്റി വരുന്നു. ഈറ്റക്കാട്ടിൽ ഒളിച്ചിരുന്നാലും ഈറ്റപ്പുലികൾ ചീറ്റി വരുന്നു. ഓടിയൊളിക്കാൻ ഇടമില്ലല്ലോ മലാളേ നീയവിടെ. മക്കളെ ആ വന്മലേ ഒന്നിച്ചിരിക്കാം ഒരിക്കൽ കൂടി. ആമരും നായിരം വിറ്റുകഴിഞ്ഞു. വാനരവേട്ട പിന്നെയും മുടങ്ങി. ആരും കാണാതെ എവിടിരുന്നാലും വെടിയുണ്ട കയറും നയ്യോ അയ്യോ. ആമരും നായിരം വിറ്റുകഴിഞ്ഞു. വാനരവേട്ട പിന്നെയും തുടങ്ങി. ഇത് ശ്രമിച്ചിരിക്കാൻ വയ്യ. എല്ലാം നശിച്ചു. എനിക്ക് എന്റെ പ്രിയപ്പെട്ടവളെ കാണണം, എന്റെ മക്കളെ കാണണം. അവരെ കാണാൻ ആവേശം കൂടി അവൻ ആ പഴയ താവളത്തിൽ പാഞ്ഞെത്തി. പക്ഷേ ശത്രുക്കൾ ആ താവളം വളഞ്ഞു കഴിഞ്ഞു. ഇല്ല, ഇനി ഞാൻ രക്ഷപ്പെടില്ല. രക്ഷപ്പെടുന്ന കാര്യം വിഷമമാണ്. വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു വരുന്നു. കാടിനെ വിറപ്പിക്കുന്ന വിധത്തിൽ അതിഭയങ്കരമായ വെടികൾ. എല്ലാം നശിച്ചു. എല്ലാം നശിക്കട്ടെ. ഞാൻ എന്റെ മക്കൾ, എന്റെ പ്രിയപ്പെട്ടവൾ, മക്കളെ മക്കളെ അവൾ വിളിച്ചുകൊണ്ട് കാടിന്റെ ഉള്ളിലേക്ക് പാഞ്ഞു. ആ കാട്ടിലെ പല മൃഗങ്ങളും വെടിയേറ്റ് മരിച്ചു. കാട്ടുമരങ്ങളുടെ ചുവടും ശിഖരവും വെടികൊണ്ട് ഒടിഞ്ഞു വീണു. സൈലന്റ് വാലി ആദ്യമായി കലതുള്ളി. സൈലന്റ് വാലി ആദ്യമായി പൊട്ടിത്തെറിച്ചു. അതാ വേട്ടക്കാർ നിറത്തോക്കുകളുമായി തന്റെ പ്രിയപ്പെട്ടവളെ പിറകെ ഓടുന്നു. ആറ് തള്ളിപ്പിടിച്ച് കരയുന്ന മക്കളെയും വഹിച്ചുകൊണ്ട് അതിവേഗം ഓടുന്നു. ചേട്ടാ, എന്റെ ചേട്ടാ, നമ്മുടെ മക്കളെ കൊല്ലും ചേട്ടാ, നമ്മുടെ മക്കളെ കൊല്ലും. നിങ്ങൾ ദൈവത്തെ ഓർത്ത് എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലരുത്, എന്നെ കൊന്നുള്ളൂ. സാധുഷന്മാർ അവളുടെ വാക്കുകൾ കേട്ടില്ല. പ്രാണരക്ഷാർത്ഥം അവൾ ഒരു വലിയ മരത്തിൽ കയറി. ഞങ്ങളെ കൊല്ലരുത്, വെടിപൊട്ടി, എന്റെ മക്കളെ കൊല്ലരുത്. നിറഞ്ഞ കണ്ണുകളോട് പൊട്ടിത്തകർന്ന് അവൾ പറഞ്ഞു. രക്ഷപ്പെടില്ല എന്ന് മനസ്സിലായി അവൾ രണ്ട് കൈയും എടുത്ത് തൊഴുത് പറഞ്ഞു, പ്ലീസ് പ്ലീസ്. വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു. അയ്യോ എന്റെ ചേട്ടാ! തിരുമാറിൽ വെടിയേറ്റവൾ മക്കളോടൊപ്പം താഴേക്ക് തെറിച്ചു. ഒരു വലിയ പാറയിൽ അവളും മക്കളും വീണു. പിടച്ചു രക്തത്തിൽ കുളിച്ചവൾ എന്നേക്കുമായി ഈ ലോകത്തിനോട് യാത്ര പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവളെയും എന്റെ മക്കളെയും അവന്മാർ ജീപ്പിൽ എടുത്തിട്ട് കൊണ്ടുപോയി. ആത്മഹത്യ ചെയ്യാൻ മനസ്സില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ജീവിക്കുന്നു. ഇവിടെ ഈ കാഴ്ച ബംഗ്ലാവിൽ